യുവജന കമ്മീഷൻ്റെ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ യൂത്ത് ഐക്കൺ യുവപ്രതിഭ അവാർഡ്. യുവപ്രതിഭ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. നേരത്തെയും യുവജന കമ്മീഷൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ സംസ്ഥാനത്ത് ഇന്ത്യക്കാകെ മാതൃകയായ ഒരു പ്രസ്ഥാനമാണ് യുവജന കമ്മീഷൻ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ ഇതുപോലൊരു കമ്മീഷൻ്റെ അധികാര പരിധിയോടുകൂടിയും പ്രവർത്തന രീതിയോടുകൂടിയും ഒരു കമ്മീഷൻ ഇല്ല എന്നാണ് എൻ്റെ ധാരണ. കേരളത്തിലെ എല്ലാ മേഖലയിലും പ്രത്യേക പരിഗണന കൊടുക്കുന്നൊരു സംസ്ഥാനം എന്ന നിലയിൽ ഇങ്ങനൊരു പരിപാടി ഈ യുവജന കമ്മീഷനുണ്ട് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വേദിയെ സംബന്ധിച്ചും വളരെ സന്തോഷമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസിലാണ് ഏറ്റവും പഴക്കമുള്ള, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളൊരു ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഇവിടെ ക്ഷണിച്ച് അവർക്ക് അവാർഡ് കൊടുക്കുന്നൊരു വേദിയായി ഇത് എടുത്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് യുവജനങ്ങളുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അതെല്ലാം നേരിട്ട് കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കലാസാഹിത്യ രംഗത്ത് മാത്രമല്ല, കായിക രംഗത്ത് മാത്രമല്ല, ഏറ്റവും മാതൃകാപരമായി വിവിധ മേഖലകളിലെ പ്രധാന വ്യക്തിത്വങ്ങളെ കണ്ടെത്തുന്നു എന്നുള്ളത് മാതൃകാപരമായ കാര്യമാണ്. ചലച്ചിത്ര രംഗത്ത് ഏറ്റവും സജീവമായ സാന്നിധ്യമായി നമ്മുടെ നിഖില നമുക്കെല്ലാം മുമ്പിലുണ്ട്. സ്പോർട്സ് രംഗത്തിപ്പോൾ കേരളത്തിന് എന്താണ് ക്രിക്കറ്റ് കളിയിൽ കാര്യം എന്ന് ചോദിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ദേശീയ തലത്തിൽ നമ്മൾ രഞ്ജി ട്രോഫിയിലൊക്കെ പോയി കുറച്ചപ്പുറം വരെ പോയിട്ടെങ്കിൽ വരുന്നൊരു ടീമായി ഒക്കെ നിൽക്കുന്നൊരു കാലത്തിന് പകരം ക്രിക്കറ്റിൽ കേരളത്തിന് സ്വന്തമായൊരു ഐഡന്റിറ്റി എന്ന നിലയിലേക്ക് വലിയ തോതിൽ അംഗീകാരം കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ താരങ്ങൾ വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് പൊതുവിൽ നമുക്ക് ഗെയിംസിൻ്റെ ചില മേഖലകളിൽ പരിമിതി ഉണ്ടായിരുന്നു. പല മേഖലയിലും അത്ലറ്റിക്സിലും ഒക്കെ നമുക്കുള്ള ആ സ്വാധീനം പോലെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ രംഗത്തും സജീവമായിട്ടുണ്ട്. അവിടുന്നും നമ്മൾ ആളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാർഷിക മേഖല സാധാരണഗതിയിൽ നമ്മൾ മുമ്പൊക്കെ ഇടക്കാലത്ത് അത്ര സജീവമായി ശ്രദ്ധിക്കാതിരുന്നൊരു കാലമാണ്. പക്ഷേ കാർഷിക മേഖല ഇല്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കൃഷി വിഭവങ്ങൾ വേണം. അതിനിവിടെ ശ്രീവിദ്യ കാസർഗോഡ് നിന്നാണ്. അവരുടെ ആ രംഗത്തെ അനുഭവങ്ങളെ പറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കഴിഞ്ഞ 4 വർഷമായി ധനകാര്യമന്ത്രി എന്ന ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ബഡ്ജറ്റിലും യുവജനങ്ങളുടെ പുതിയ മേഖലകളിലെ കടന്നുവരവിനെ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ബഡ്ജറ്റിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഇപ്രാവശ്യം മാവേലിക്കരയിലെ ഒരു ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ പറ്റി, ഒരു ചെറുപ്പക്കാരനെ പറ്റി ഞാൻ പറഞ്ഞു. ഏത്തക്ക ഉപ്പേരിയാണ്. മാനസ എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്, മധു എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. രാഹുലിൻ്റെ ഒരു പക്ഷേ അറിയാമായിരിക്കും. 70 കോടി രൂപയാണ് ആ ചെറുപ്പക്കാരൻ്റെ കമ്പനിയിലേക്ക് വൻകിട കമ്പനികൾ ഇപ്പം നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. 70 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേസ് പോലെയുള്ള വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സിൻ്റെ മാർക്കറ്റിലേക്ക് 10% ഏത്തക്ക ഉപ്പേരി എത്തിക്കാൻ കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഭവമാണ് ഏത്തക്ക ഉപ്പേരി, അത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിനെ കണ്ടുകൊണ്ട് അത് കൊമേഴ്സ്യലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന MBA ഒക്കെ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് MBA കഴിഞ്ഞ ചെറുപ്പക്കാരനാണ് വന്ന ആ കാര്യം ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു മേഖലയെ മാത്രമല്ല, കാർഷിക രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങളും ധാരാളം നടത്തുന്നതാണ്. മറ്റൊരാളിവിടെ പങ്കെടുക്കുന്ന ഇവിടെ ശ്രീ ദേവൻ ചന്ദ്രശേഖരൻ. ആ മേഖലയിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഇനിഷ്യേറ്റീവ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എനിക്ക് അറിയുന്നത്, ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിലെ യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000-8,000 കോടി രൂപയുടെ ഒരു ബിസിനസ് ഉള്ള സ്ഥാപനത്തിനാണ് യൂണിക്കോൺ എന്ന നിലയിലേക്ക് സ്റ്റാർട്ടപ്പുകൾ പറയുന്നത്. അങ്ങനെ ചില യൂണിക്കോൺ സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, പുതിയ സ്റ്റാർട്ടപ്പുകൾ. പെരിന്തൽമണ്ണയിൽ, അതുപോലെ ഈ അടുത്തിടയ്ക്ക് കുറേയേറെ പുതിയ സ്ഥാപനങ്ങൾ വളരെ ഉൾപ്രദേശമായിട്ടുള്ള സ്ഥലങ്ങളിൽ. ഓപ്പൺ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇപ്പോൾ യൂറോപ്പിൽ ഉൾപ്പെടെ ട്യൂഷൻ ഓൺലൈനായിട്ട് എടുക്കുന്നതിന് കേരളത്തിലെ അധ്യാപകരെ ഓൺലൈനായി സംഘടിപ്പിച്ചെടുക്കുന്ന ഒരു 100 കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സ്ഥാപനമുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. മെഡിക്കൽ ഈ എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മണ്ണാർക്കാടും പാലക്കാടും
ഇതൊക്കെ ഉൾപ്രദേശങ്ങൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് ഇത്തരം അനുഭവങ്ങൾ സഹായകരമായിരിക്കും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ബഡ്ജറ്റിൽ പറയുന്നത് രീതി സ്ഥാപനങ്ങൾ സുൽത്താൻ ബത്തേരി, നമ്മുടെ തിരുവനന്തപുരം പോലെയൊന്നും സിറ്റിയുടെ നടുക്കല്ല, സുൽത്താൻ ബത്തേരിയിൽ, മണ്ണാർക്കാട് ഇതേപോലെ ഉൾപ്രദേശങ്ങളിൽ 10-500 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള തരത്തിലേക്ക് വിവിധ മേഖലകളിൽ, അത് കാർഷിക മേഖല ഉൾപ്പെടെ, നമ്മൾ IT പുതിയ മേഖല മാത്രമൊന്നുമല്ല, ഈ മേഖലയിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾ കടന്നു വരുന്നതിൻ്റെ അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കുറേയേറെ ഇപ്പോൾ യുവജന സംഘടനകൾ ചെയ്യുന്നുണ്ട്, ഈ യൂത്ത് കമ്മീഷൻ പോലെയും യുവജന ക്ഷേമ ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പത്രപ്രവർത്തന രംഗത്ത് ഉള്ള അനുഭവങ്ങൾ വെച്ചാൽ റോഷി പാലിനെ പോലെ സാംസ്കാരിക രംഗത്ത് ഉള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ലോകത്തെ എല്ലാവരെയും ആവേശഭരിതരായിക്കൊണ്ട് സ്വന്തം പരിമിതികളെ മറികടന്നുകൊണ്ടുള്ള പ്രതിഭകൾ എന്ന നിലയിൽ 3 പേരെ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തു. എനിക്കൊരു ഉള്ള അനുഭവം പറയാം. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ തൃശ്ശൂർ വെച്ച് പരിചയപ്പെട്ടു. 2 കൈയുമില്ല, 2 ജന്മമില്ല. പക്ഷെ ആ കുട്ടി സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അതിന് ഞങ്ങളവിടെ പരിചയപ്പെടാൻ കാരണം ആ കുട്ടിക്ക് വണ്ടി ഓടിക്കാനും എല്ലാ കാര്യവും, ഇപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആ കുട്ടി. നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ അതിനൊരു വണ്ടി ഓടിക്കണമെന്നല്ലേ ആഗ്രഹം. വണ്ടി ഓടിക്കണമെങ്കിൽ കൈ ഇല്ലല്ലോ. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ്, വേറൊരു ചെറുപ്പക്കാരൻ ഒരു വണ്ടി, ഒരു മാരുതി കാറിനെ ആൾട്ടർ ചെയ്ത് വോയിസ് കൊണ്ട് കമാൻഡ് കൊടുക്കാവുന്ന, വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാവുന്ന, കാല് ഉപയോഗിച്ച് ആക്സിലേറ്റർ കൊടുക്കാം, അങ്ങനൊരു കാർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ കുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം. നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും വകുപ്പും എല്ലാം കൂടെ ഇടപെട്ടിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാക്കി ഈ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വോയിസ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് കൊടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ആ പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രി ഈ കുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. അപ്പോൾ ആ കുട്ടിയുടെ ഈ ഒറ്റയ്ക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസം, അത്തരം കാര്യങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റാർട്ടപ്പ് ആശയം വെച്ചുകൊണ്ട്, ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഉണ്ടാക്കാൻ തയ്യാറായ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ആ സ്റ്റാർട്ടപ്പ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ആവേശം നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ആവേശം നൽകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ യൂത്ത് കമ്മീഷൻ ഇവിടെ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇതേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതേപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എത്രയോ കാലം സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഇരട്ടി ഉത്തരവാദിത്വമാണ് പുതിയ തലമുറയ്ക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ഒരു സാങ്കേതികമായി പറയുന്ന തരത്തിലല്ല. കേരളത്തിൽ ഞങ്ങളുടെ തലമുറ ഒരു വർഷം 6 ലക്ഷത്തോളം പേര്, 5.5 ലക്ഷം 6 ലക്ഷം പേരാണ് ജനിച്ചിരുന്നത്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കണക്കുകളോട് വെച്ച് പറയുന്ന സ്വഭാവം കൊണ്ട് ഞാൻ പറയുകയാണ്. അന്ന് 6 ലക്ഷം പേരാണ് ജനിച്ചിരുന്നത്. SLCക്ക് 5.5 ലക്ഷം പേരാണ് SLC എഴുതിയിരുന്നത്. ഞാൻ പറയുന്നത് 90കളിൽ 80കളിൽ അവസാനം 90കളിലൊക്കെ. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി അസംബ്ലിയിൽ പറഞ്ഞു, ഈ വർഷം 1ാം ക്ലാസ്സിൽ ചേർന്നത് 2,98,000 പേരാണ്. അപ്പോൾ സംശയം തോന്നി. ഞാൻ ചോദിച്ചു, അല്ല അത് എല്ലാം കൂടെ ആണോ, അൺഎയ്ഡഡ് വേറെയാണോ? അല്ല, അൺഎയ്ഡഡ് ഉൾപ്പെടെ കേരളത്തിൽ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർന്നത് 2,98,000 കുട്ടികളാണ്. ഞാൻ പറഞ്ഞ SLCക്ക് 5.5 ലക്ഷം പേര് എഴുതിക്കൊണ്ടിരുന്ന 6 ലക്ഷം പേര് 1ാം ക്ലാസ്സിൽ ചേർന്നാലേ 5.5 ലക്ഷം പേരെത്തും. ആ കാലത്ത് നിന്നും കേരളത്തിലെ ജനസംഖ്യയിൽ വന്നൊരു കുറവാണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ലോകത്തെ എല്ലാ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങളും, ഇപ്പോൾ യൂറോപ്പ് എടുത്താൽ, അമേരിക്ക എടുത്താൽ, കാനഡ എടുത്താൽ ഒക്കെ ഇങ്ങനെയാണ്. അവിടെ എല്ലാം ജനസംഖ്യയുടെ നിയന്ത്രണം വരും. അതുകൊണ്ടാണ് കേരളം ഈ ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിലും പാർലമെൻറ്റ് സീറ്റ് കുറയുന്ന കാര്യത്തിൽ ഈ അടുത്തിടയ്ക്ക് ചെന്നൈയിൽ അവിടുത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രി, വിവിധ മുഖ്യമന്ത്രിമാരും പങ്കെടുത്തൊരു യോഗം ഉണ്ടായിരുന്നല്ലോ. ഈ ജനസംഖ്യ കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിൽ പാർലമെൻറ്റ് സീറ്റ് കൂടുകയും കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയുകയും ചെയ്യും എന്ന് പറയുന്നൊരു പ്രശ്നം വന്നല്ലോ. അപ്പോൾ നമ്മുടെ ആ റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായി കിട്ടേണ്ട അംഗസംഖ്യ കുറയും, ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട്. ഇതൊക്കെ പുതിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തതിൻ്റെ ഇരട്ടി നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത്
6 ലക്ഷം ചെറുപ്പക്കാരുണ്ടായിരുന്ന, വിദ്യാർത്ഥികളുണ്ടായിരുന്ന, കുട്ടികളുണ്ടായിരുന്ന നാട്ടിൽ 3 ലക്ഷം പേരെ നിങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ അതിൻ്റെ ഇരട്ടി ജോലിയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോവല്ല, കേരളത്തിനകത്ത് കൂടുതൽ എഫക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരാൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ ഇപ്പോൾ ഒരാൾ വേണ്ട, 10 ആളോ 5 ആളോ ചെയ്ത് ജോലി ചെയ്യാം. പക്ഷെ കേരളത്തെ ഒരു മാതൃകയാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇതേപോലെയുള്ള ദക്ഷിണാശാലികളായ, ഇവിടെ ഈ വേദിയിൽ നമ്മൾ അഭിനന്ദനം നൽകുന്ന, അംഗീകരിക്കുന്ന ഇതേപോലുള്ള ദക്ഷിണാശാലികളുടെ തലമുറയ്ക്ക് അതിലെത്രയോ മടങ്ങ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ദക്ഷിണാശാലികൾ എന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന അതിനേക്കാളും ദക്ഷിണാശാലികളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല. കേരളം വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ ഇപ്പോൾ ഞങ്ങളെല്ലാം പറയാറുണ്ട്, വിദ്യാർത്ഥികൾ പഴയതുപോലൊന്നും പൊതുപ്രവർത്തനത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദം എന്നൊക്കെ പറയാറുണ്ട്. അധ്യാപകർ കൂടുതലും പറയും. പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, പ്രളയം ഉണ്ടാകുമ്പോൾ ചെറുപ്പക്കാരുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, വയനാട് പ്രശ്നമുള്ളപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിറച്ചും ചെറുപ്പക്കാരാണ് എല്ലാ കാര്യങ്ങൾക്കും. പ്രളയം ഉണ്ടാകുന്ന സമയത്തും കോവിഡ് ഉണ്ടായ സമയത്തും ഒക്കെ, നിപ്പ ഉണ്ടായ സമയത്തും എല്ലാം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ സമയത്താണ് നമ്മൾ ഒരു വോളണ്ടിയർ സേന തന്നെ യൂത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്ന് രൂപീകരിച്ചു. എല്ലാ കാര്യത്തിനും ഉണ്ട്. ആ കാര്യത്തിനൊപ്പം സമൂഹത്തിൽ വരുന്ന പുതിയ പ്രവണതകളിലെ തെറ്റായ കാര്യങ്ങൾക്കെതിരെയും ഏറ്റവും ശക്തമായി മുന്നേറാൻ നമ്മുടെ ചെറുപ്പക്കാർ കഴിയണം. കാരണം മയക്കുമരുന്നിൻ്റെയൊക്കെ അപകടകരമായ അവസ്ഥയെപ്പറ്റി ഇന്ന് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പുതിയ തലമുറയെ വല്ലാതെ അപകടത്തിലേക്ക് എത്തിക്കുന്ന, അരാജകത്വത്തിലേക്ക് എത്തിക്കുന്ന നെവർ മൈൻഡ് എന്ന് പറയുന്ന, ഒന്നും എനിക്ക് പ്രശ്നമല്ല, ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന സമീപനമല്ല വേണ്ടത്. സമൂഹത്തെപ്പറ്റി ചിന്തിക്കുന്നവരാവണം നമ്മുടെ പുതിയ തലമുറ എന്ന് ഏറ്റവും ശക്തമായി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇടപെടാൻ നിങ്ങൾക്ക് കഴിയണം. അതിനെല്ലാം കഴിയുന്നതിന് പ്രേരണയായി ഇതേപോലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന യുവപ്രതിഭ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുകയും യൂത്ത് ഐക്കൺ അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഈ പുതിയ തലമുറയിലെ പ്രതിഭാധനരുമായ ആളുകൾക്ക് അഭിനന്ദനം അർപ്പിക്കുന്ന ഈ വേളയിൽ യൂത്ത് കമ്മീഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തലമുറയ്ക്ക് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.